അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അയ്യപ്പക്കഞ്ഞി ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ വലിയ 2 മാങ്ങ എടുത്തിട്ട് അതിനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു 6-7 പച്ചമുളക് അതും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു. അതിനുശേഷം ഒരു 5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 3 അടപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത്ര ഐറ്റംസ് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ 1/4 പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കുടഞ്ഞ് അല്ലെങ്കിൽ കൈവച്ച് വിലക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. ടീസ്പൂണാണേ. അത് അമ്മയുടെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നി. പഞ്ചസാര മിക്ക അച്ചാറിലും ചേർക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്തോ ടേസ്റ്റ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു 2 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നല്ലെണ്ണയുടെ എൻട്രി. അപ്പോൾ ഏകദേശം 250 ml ബോട്ടിലിൽ നമ്മൾ ഒരു 1/4 കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചൂടായി വന്നപ്പോൾ അതിൽ 2 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി താളിച്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലൊരു എളുപ്പ പരിപാടി ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചവരൊക്കെ പറഞ്ഞായിരുന്നു നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ ബൈ.